5 മിനിറ്റ് സുഖത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു ഉമ്മയുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് മുഖത്ത് ചവിട്ടി വല്ല ചക്കരുമൊത്തി അവനൊരു വഞ്ചകനാണ്, അവനൊരു ചതിയനാണ്. മക്കളെ, അവന് നീ മാത്രമായിരിക്കില്ല, അത് അവരുടെ ശൈലിയാണ്. അവന് വേറെ പെൺകുട്ടികളുണ്ടാവും, നിന്നെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും. ഞാൻ എന്റെ കുട്ടികളോട് പറയുന്നു, മക്കളെ, 5 മിനിറ്റ് സുഖത്തിന് വേണ്ടി ഉമ്മയുടെ മാരടത്തിൽ ചവിട്ടി ഏതെങ്കിലും ഒരു ചെക്കന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ അനുഭവിച്ചിട്ടേ മരിക്കൂ. അല്ലാഹു റബ്ബുൽ ആലമീൻ, അല്ലാഹു റബ്ബുൽ ആലമീൻ. മോളെ, അല്ല വിടില്ല നിന്നെ, പടച്ച റബ്ബ് നിന്നെ വിടില്ല. അത് നീ ഓർത്തൽ മതി. ആരെയാ നീ വേദനിപ്പിക്കുന്നത്? നിന്റെ പൊന്നുമ്മയെ. ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നു മോളെ, നീ അങ്ങേ ഉമ്മയുടെ നെഞ്ചത്തെ ചവിട്ടി ആ ചെക്കന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ അവന്റേത് കഴിഞ്ഞാൽ മക്കളെ, അവൻ നിങ്ങളെ വലിച്ചെറിയും, ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും. വയനാട്ടിലും നീലഗിയിലും ചാടിപ്പോക്ക് കൂടുന്നുണ്ടെന്നാ കേൾക്കുന്നത്. അവൻ നിങ്ങളെ വലിച്ചെറിയും. അവന്റേത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, അവൻ വലിച്ചെറിഞ്ഞാൽ ആർക്കും വേണ്ടാത്തവളായി, ആരുമില്ല, കഴിഞ്ഞു. പിന്നെ പല ഭാഗത്തും ആരുമില്ലാത്ത രൂപത്തിൽ ബസ് സ്റ്റോപ്പുകളിലോ മറ്റോ ഏതെങ്കിലും വാടക മുറികളിലോ മറ്റോ മോളെ നീ ഇരിക്കുന്ന വിവരം അറിഞ്ഞാൽ കുടുംബത്തിൽ ആര് വരും നിന്നെ കാണാൻ? കുടുംബത്തിൽ ആര് വരും? അതുപോലെ തന്നെ നാട്ടിൽ ആരെങ്കിലും വരുമോ? പക്ഷേ ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മക്കളോട് പറയുന്നു, മോളെ, ആര് നിന്റെ മുഖത്ത് നോക്കാനും വിളിക്കാനും നിന്നെ കാണാനും വന്നില്ലെങ്കിലും ആകാശത്തിന്റെ ചുവട്ടിൽ അല്ലാഹു തആല പടച്ച പടപ്പുകളിൽ ഒരു ജീവി നിന്റെ അരികിലേക്ക് വരും. മോളെ എന്ന് വിളിക്കും, നിന്നെ അടച്ചുകൂട്ടും, വീട്ടിൽ കൊണ്ടുപോയി വയറു നിറയെ ഭക്ഷിപ്പിക്കും. നീ ഒരു വ്യഭിചാരി പെണ്ണാണെന്നും നന്ദികെട്ടവളാണെന്നും ചാടിപ്പോയവളാണെന്നും എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ആ ജീവി മോളെ എന്ന് വിളിക്കുന്നത്. വയറു നിറയെ ഭക്ഷിപ്പിക്കും. ആരാണെന്നറിയോ? മോളെ, ഞാൻ എന്റെ മോളെ നിന്റെ ഉമ്മയാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ഉമ്മയുടെ കൂടെ പോകില്ല എന്ന് പറഞ്ഞ സമയം നിന്റെ കാൽക്കലേക്ക് വീണ ഉമ്മയില്ലേ മോളെ, ആ ഉമ്മയാണ് ഇപ്പൊ നിന്റെ അരികിലെത്തിയിട്ടുള്ളത്. വേറുള്ളവർക്കൊക്കെ പരിധിയുണ്ട്, ആ ഉമ്മാക്ക് നിന്നെ മറക്കാൻ പറ്റില്ല. കാരണം ആ ഉമ്മയാണ് നിന്റെ അടുത്ത് വന്ന് മോളെ എന്ന് വിളിച്ചിട്ടുള്ളത്. നീ ബെടക്കാണെന്നറിഞ്ഞാലും നിന്നെ കൈയൊടിക്കാൻ പറ്റില്ല. അശദ്ദു മിനൽ മൗത്ത്, അശദ്ദു മിനൽ മൗത്ത്. ഞാൻ എന്റെ പെൺമക്കളോട് പറയുന്നു, മോളെ, നമ്മുടെ ശരീരത്തിലുള്ള ഈ വഅദ് പറയുന്നവന്റെ മാറിടത്തിലുള്ള എല്ലുകൾ എന്റെ ജീവനുണ്ടായിരിക്കെ കൊത്തിമുറിക്കപ്പെട്ടാൽ എന്റെ വേദന എത്രയാ? അതിനേക്കാളും വലിയ വേദന മോളെ നമ്മുടെ ഉമ്മ നമ്മ പ്രസവിക്കുമ്പോൾ സഹിച്ചിട്ടുണ്ട്. പാവമാണ്. നമ്മുടെ ശരീരത്തിലുള്ള 20-25ഓളം നരമ്പുകൾ ജീവനുണ്ടായിരിക്കെ വലിച്ചെടുക്കുന്നുവെങ്കിൽ ബ്ലേഡ് കൊണ്ട് തൊലിമുറിച്ച് ആ നരമ്പുകൾ അങ്ങ് ഊരി വലിച്ചെടുക്കുന്നുവെങ്കിൽ എന്റെ കുട്ടികളെ നമ്മുടെ വേദന എത്രയാ? അതിനേക്കാളും വലിയ വേദന നമ്മുടെ ഉമ്മ നമ്മ പ്രസവിക്കുമ്പോൾ സഹിച്ചിട്ടുണ്ട്. ഇതാണ് ഉമ്മ. അശദ്ദു മിനൽ മൗത്ത്, മരണത്തെക്കാളും ശുദ്ധത്താണ് പ്രസവ വേദന. ആ ഉമ്മയുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് നമ്മയായി വളർത്തിയ നമ്മുടെ പൊന്നു ഉപ്പ, ഒരു വേള ഞാൻ പറയുന്നു, ഉമ്മയെക്കാളും പാവമാണ് നമ്മുടെ ഉപ്പ. പുതിയ തലമുറയിലെ മക്കൾക്ക് ഉപ്പാനെ തിരിയാതെ പോകുന്നുണ്ട്. പുതിയ തലമുറയിലെ മക്കൾ, ആൺകുട്ടികൾക്കും പെൺമക്കൾക്കും വാപ്പയുടെ മഹത്വം തിരിയാതെ പോകുന്നുണ്ട്. മോളെ, നിനക്കാദ്യമായി സ്വർണത്തിന്റെ ഒരു മോതിരം ഉണ്ടാക്കി തന്ന ഉപ്പ, ഉമ്മയാണ് നോക്കുന്ന നമുക്ക് ധാരണയുണ്ട്, ശരിയാണ്. പക്ഷേ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതും നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നതും നമുക്ക് വേണ്ടി ഹമ്മ് വെച്ച് നടക്കുന്നതും നമുക്ക് വേണ്ടി കടം വാങ്ങുന്നതും എല്ലാം നമ്മുടെ പൊന്നുപ്പയാണ്. 18 കൊല്ലത്തോളം നമ്മ വളർത്തുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും അതിനു വേണ്ടി കാശ് ചെലവഴിക്കുകയും അധ്വാനിക്കുകയും അതോടുകൂടെ മോളെ
നിന്നെ കെട്ടിക്കാനാകുമ്പോഴേക്കും 10, 20, 25 പവൻ സ്വർണ്ണാഭരണങ്ങൾ ഒപ്പിച്ചുണ്ടാക്കിയിട്ട് അങ്ങനെ നോക്കി നടക്കുന്ന, ആ നിലക്ക് ചിന്തിച്ച് കടക്കാരനായി നടക്കുന്ന നമ്മുടെ സാധുവായ ഉപ്പ, ആ ഉപ്പയെ നാണം കെടുത്തി, ആ ഉപ്പയെ വഷളാക്കി ഏതോ ഊരി ചുറ്റി നടക്കുന്ന ഒരു ചെക്കലിന് വേണ്ടിയിട്ട് പൊന്നുപ്പയെ നാണം കെടുത്തി ഉപ്പാന സമൂഹത്തിലേക്കും പള്ളിയിലേക്ക് പോലും പോകാൻ പറ്റാത്ത വിധത്തിൽ പൊന്നുപ്പയെ നാണം കെടുത്തി ചുറ്റി നടക്കുന്ന ചെക്കന്മാരുമൊത്ത് ഇറങ്ങിപ്പോകുന്ന മക്കളെ അനുഭവിച്ചിട്ടേ നിങ്ങൾ മരിക്കും. ഞാൻ അത്രേ പറയുന്നുള്ളൂ. എനിക്ക് 2 ചരിത്രം പറഞ്ഞു പോകാൻ അറിയാത്തവനല്ല, ഞാൻ അത്രേ പറയുന്നുള്ളൂ. വയനാട് പ്രദേശത്തും ചാടിപ്പോക്കുകൾ ഉണ്ടെന്ന് കേട്ടതുകൊണ്ടാണ് ഞാൻ ഈ പ്രസംഗം നടത്തുന്നത്. മനസ്സ് വേദനിക്കുന്ന വേദനാജനകമായ ഒരു കാഴ്ചയാണിത്. ഒരു ഷഫഖത്തുമില്ല, ഒരു കൃപയുമില്ല, ഒരു മഹബത്തുമില്ല. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. പെൺകുട്ടികളെന്നല്ല 4 മക്കളുള്ളൊരു പെണ്ണ് പടുത്ത് ചാടിപ്പോയി നമ്മുടെ പരിസരത്ത്. സ്ഥലം ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മുടെ പരിസരത്ത് 4 കുട്ടികളുള്ള ഒരു പെണ്ണ്. അല്ലാഹു കാക്കട്ടെ. നിങ്ങൾ ആമീൻ പൊന്നില്ലല്ല. നിങ്ങൾ എന്താ ഒരു നമ്മളെ പഴയ ആചാര്യങ്ങളായിരിക്കണേ, പൊന്നാര ആചാര്യ. നിങ്ങൾക്ക് ഒരു ബന്ധുവില്ലല്ലോ ഇപ്പൊ നിങ്ങള്. അല്ലാഹു ആഫിയത്ത് തരട്ടെ, അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. അപ്പോ ഞാൻ പറയുന്നത്, നോക്കി നിങ്ങള്, വല്ലാത്ത ഒരു വിഷമകരമായ ഒരു കാലം. 4 മക്കളുള്ള പെണ്ണ് ചാടിപ്പോകുക എന്ന് പറഞ്ഞ എന്താ ഈ കേൾക്കുക? നിങ്ങളൊന്ന് പറയും. അയാള് ഗൾഫിൽ ജോലി ചെയ്യുന്നത് എനിക്കറിയാം, അയാളെ ത്യാഗം എനിക്കറിയാം. ഞാൻ ചെറുപ്പക്കാരാ നിങ്ങളോടൊക്കെ പറയാ, 5:30 മണിക്ക് അയാൾ കട തുറക്കും. ഏത് നമ്മള് ബൂഫിയ കഫ്തേരിയ എന്നൊക്കെ പറയില്ലേ, ആ പെട്ടിക്കട 5:30 മണിക്ക്. ഉടമ വേറെയാണ്, അയാൾ സ്വന്തം നടത്തുന്നല്ല. 2 മണി വരെ. 2 മണിക്ക് കട അടച്ചാൽ 4 മണിക്ക് തുറക്കണം. വൈകുന്നേരം 4 മണിക്ക് തുറന്ന രാത്രി 1:30 മണി വരെ ഈ സാധു. ഞാൻ അയാളോടൊക്കെ ചോദിച്ചു, നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ട് എങ്ങനെ മരിച്ച് കാശുണ്ടാക്കണോ ചോദിച്ചു. ഒരു മുഹിബായ പ്രവർത്തകനാണ്, പറയാൻ ചോദിക്കാം, മഹബത്ത് കൊണ്ടുള്ള ചോദ്യം. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടായി മരിച്ചു പൈസ ഉണ്ടാക്കണോ ചോദിച്ചു. അപ്പൊ ഇയാളിനോട് പറയാ, ഉസ്താദേ, എൻ്റെ ഭാര്യ പച്ച പാവാണ്, അള്ളാഹു അവളുടെ 3-4 മക്കളെയും തന്നിട്ടുണ്ട്. ഇപ്പൊ അവള് വാടക വീട്ടിലാണ്. അവളെ കയ്യിൽ ഞാൻ കൊടുത്ത മഹറില്ലാത്തൊന്നുമില്ല. ഞാൻ ഉസ്താദന്മാരെത്തിയ സഹോദരൻ പറഞ്ഞത് ഹിക്കായത്തൻ പറയാൻ, ഞാൻ ഇങ്ങനെ ഈ കട നടത്തിയിട്ട് എൻ്റെ ഭാര്യയ്ക്കൊരു മാലയം വാങ്ങി കൊടുത്തിട്ടുണ്ട്. അയാൾ എന്നോട് പറഞ്ഞത്. സന്തോഷം നോക്കി നിങ്ങൾ. അപ്പൊ ഈ മനുഷ്യൻ പറയാ, ഞാൻ ഇങ്ങനെ ഒരു കൊച്ചു വീട്. ഇയാള് 1:30 മണിക്ക് കടയടച്ച രാത്രി 2 കുബൂസ് വാങ്ങി വരും, എന്നിട്ട് കറി ഉണ്ടാക്കും. ഞാൻ കണ്ട ആ റൂമിൽ താമസിച്ചിട്ടുണ്ട് ഞാൻ. അങ്ങനെ എന്നിട്ട് ആ മനുഷ്യന് കറിക്ക് തുടക്കം കുറിച്ചിട്ടാണ് നിസ്കരിക്കുക, ഹദ്ദാദും ചൊല്ലും. എന്നിട്ട് അത് കഴിച്ചു കിടക്കുമ്പോഴേക്ക് 2-2:30 ആ സാധു 5 മണിക്ക് എഴുന്നേറ്റ് നിസ്കരിച്ച് 5:30 കട തുറക്കും. നിങ്ങളാരങ്ങ് ആലോചിച്ചു. ഇയാൾ എന്നോട് പറയാ, ഇങ്ങനെ ഒരു ചെറിയ വീടുണ്ടാക്കിയിട്ടുണ്ട്, അൽഹംദുലില്ലാ, ഉദ്ഘാടനമാണ് ഇപ്പൊ അതിന്റെ. അടുത്ത് ഞാൻ പോവുകയാണ്. ഇത്തിഫാക്കൽ ഞാനും അയാളും കോഴിക്കോട് എയർപോർട്ടെത്തി. കോഴിക്കോട് എയർപോർട്ടിൽ അയാളുണ്ട്, ഞാനുണ്ട്. അങ്ങനെ ഞാൻ ചോദിച്ചു, എല്ലാ കൊണ്ടുപോകാനിപ്പോ? അപ്പൊ ഇയാള് പറയണ്ട, ഭാര്യ മക്കള് പാവാണ്, ഭാര്യയൊക്കെ ഉണ്ട്, പച്ച പാവാണ്. എന്നോട് അവിടുന്ന് പറയേണ്ടത്. പുറത്തു വന്ന് നോക്കുമ്പോ മക്കളുണ്ട്, ഭാര്യയെ കാണാനില്ല. അപ്പൊ മൂത്ത കുട്ടിയോട് ഉമ്മ എവിടെ ചോദിച്ചപ്പോ മൂത്ത മകള് പറയാ, ഉപ്പാ, ഉമ്മ ഇന്നലെ ചാടിപ്പോയി. നിങ്ങൾ ആ രംഗം ആലോചിച്ചു. ഇവിടെ ഉണ്ടോ കുറച്ച് പറയായിരുന്നു, ഇവിടെ കുറച്ച് പറയണം തോന്നുന്നു. നമ്മളെ വയനാട്ടിൽ ചാടിപ്പോക്കുണ്ടെന്ന മേപ്പാടി ചെന്നപ്പോ കുറച്ച് ആളുകൾ പറഞ്ഞു. വയനാട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കേണ്ട നീതികളൊക്കെ ഉണ്ട്. നമ്മളെ അയൽവാസികളാ. അള്ളാഹു കാക്കട്ടെ. നിങ്ങൾ ആമീൻ പൊന്നുന്നില്ല. അള്ളാഹു കാക്കട്ടെ. കുറച്ച് കടുപ്പാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരുത്തപ്പനോട് കൊണ്ടോട്ടി പാത്തിച്ചിട്ട് പറഞ്ഞു, അയാള് ബാദിന് പോയപ്പോ ഒരു നല്ല ചെറുപ്പക്കാരന്. അപ്പൊ അവൻ എന്താണ് ആ കുട്ടിയുടെ കരച്ചിലറിയോ? അപ്പൊ കുട്ടി എന്നോട് പറയാം, ഉസ്താദെ, കല്യാണം കഴിച്ചു. നല്ല വയത് പറയട്ടാ,
അത് ഞാൻ പറയാം, ഞങ്ങൾ ബേജാറല്ലേ? അതൊന്നും ഇങ്ങനെ ആമുഖം ഒരു ബൈക്കണ്ട ആക്കട്ടെ വെച്ചിട്ടാ. നമുക്ക് നല്ല പെൺകുട്ടികളിട്ടാ തോർക്കും ചേട്ടാ മക്കളെ. ഇൻഷാന്ന് ഇപ്പൊ പെൺകുട്ടികളെ കിട്ടില്ല എന്ന് മുത്താലിമിക്കൊക്കെ ഒരു തോന്നലുണ്ട്. അശ്വന്താ അപ്പൊ അങ്ങനെ തോന്നുന്നുണ്ട്. ഇവറ്റ നേരത്തെ കെട്ടണം എന്നുള്ള ഇവരിങ്ങനെ ഒരു പ്ലാനൊക്കെ വരക്കുന്നുണ്ട് ഇപ്പൊ അങ്ങനത്തെ ഒരു കാലാണ്. അപ്പോ ഞാൻ പറയുന്നതേ, ഈ മനുഷ്യന് കല്യാണം കഴിച്ച ഒരു കുഞ്ഞുമായിട്ടുണ്ട്, ഒരു കുട്ടിയായിട്ടുണ്ട്. അപ്പൊ രാത്രി കിടക്കാൻ ചെന്നപ്പോ നല്ലൊരു പ്രവർത്തകനാ. അപ്പൊ ഈ പെണ്ണ് ചോദിക്കട്ടെ, എന്നെ ഫ്രീ ആക്കി തരുമോ, എന്നെ ഫ്രീ ആക്കി തരുമോന്ന്. അപ്പൊ ഇയാൾക്ക് മനസ്സിലായില്ല. വിഷയം ചോദിച്ചപ്പോ ഭാര്യ പറയാണ്, നാളെ എന്റെ കൂട്ടുകാരൊക്കെ ഞങ്ങളൊരു യാത്ര പോകുന്നുണ്ട്. അപ്പൊ വാട്സപ്പ് ഗ്രൂപ്പിലെ കൂട്ടുകാരാണ്. പഴയ കാലത്ത് SSLC പഠിക്കുമ്പോൾ മറ്റൊക്കെ ഉള്ള വാട്സപ്പ് ഗ്രൂപ്പിലെ കൂട്ടുകാർ. അള്ളാഹു കാക്കട്ടെ, ഞാനിപ്പോ അത്രേ പറയുന്നുള്ളൂ, സംഭവമൊക്കെ ഗുരുതരാണ്. അങ്ങനെ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട്, ഞാനൊരു ദാമ്പത്യ ജീവിതം, ഒരു പുതിയാപ്പടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു കുഞ്ഞുണ്ടായിട്ടപ്പോ ഈ പറയണ. അപ്പൊ ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ഇയാള് ചോദിച്ചു, നമ്മള് കുട്ടി ചോദിച്ചപ്പോ കുട്ടി എനിക്ക് വേണ്ട. ഒരു പെണ്ണ് പറയാ, വിഷയം അതല്ല. നേരം വെളുത്ത് ഈ ഭർത്താവ് നോക്കി നിൽക്കേ ഒരുത്തൻ ബൈക്കിൽ വന്നു, ഇവള് പോയും ചെയ്തു. ഒരു പ്രശ്നവുമില്ല. ബാക്കി നിങ്ങൾ പറയും, എന്താണ് ഇപ്പൊ ഈ നടക്കുന്ന കാഴ്ചകൾ? ചാടിപ്പോക്കുകൾ വല്ലേ? അത് നമ്മൾ ആരെ വിശ്വസിക്കും? ഇവിടെയാണ് പവിത്രമായ റജബിൽ ഞാൻ നിങ്ങളോട് ചിലത് പറയാൻ ആഗ്രഹിക്കുന്നത്. മനസ്സ് ജീവിതം തൊലയൂലേ? സംഭവിച്ചു പോയാൽ തൊലഞ്ഞു പോകും. പെൺകുട്ടികളെ മാത്രമേ ഞാൻ പറയല്ല, അതിലേറെ കഷ്ടമാണ് പുരുഷന്മാരും, അതിലേറെ കഷ്ടമാണ്. നമ്മുടെ ഭാര്യ നമ്മുടെ മക്കളുടെ ഉമ്മയാണ്. ആ ഭാര്യയെ വഞ്ചിച്ച് വേറൊരു പെണ്ണിനോട് കുശലം പറയുന്ന, വേറെ പെൺകുട്ടികൾക്ക് ഫോൺ ചെയ്ത് അവരുമൊത്ത് ജീവിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ, ഒരുപാട് സഹോദരങ്ങൾ. നഊദു ബില്ലാഹ്. ഭാര്യമാരെ ചതിക്കരുത്, നമ്മുടെ ഭാര്യമാരെ വഞ്ചിക്കരുത്. ചില ആളുകൾക്ക് ഭാര്യമാരോട് സംസാരിക്കാൻ സമയം തീരെ ഇല്ല. നമ്മളെ ബത്തേരി ഭാഗത്തൊക്കെ എന്തായാലും അജരെ നിങ്ങൾക്കൊക്കെ സംസാരിക്കാൻ സമയമുണ്ടോ? നോക്കി, നിങ്ങൾ ചില മനുഷ്യന്മാർക്ക് ഭാര്യയോട് സംസാരിക്കാൻ സമയമല്ല, മറ്റുള്ളവർക്കൊക്കെ ഫോൺ ചെയ്യാനും സംസാരിക്കാനൊക്കെ എമ്പാടും സമയമുണ്ട്. സ്വന്തം ഭാര്യയോട് ഒരു 10 മിനിറ്റ് സംസാരിക്കാത്ത, റജബിന് പോലെ ഒരു അരമണിക്കൂർ ഭാര്യയോട് സംസാരിക്കാത്ത എത്ര മനുഷ്യന്മാരുണ്ട്. അല്ല കാക്കട്ടെ. അജരെ ഒന്ന് ആമീൻ പറഞ്ഞാലേ, അല്ല കാക്കട്ടെ. ഇത് വല്ലാത്തൊരു ഗതികേട് എന്ന് പറയാം. ഭാര്യമാരോട് അതൊരു കടുപ്പം തന്നെയല്ലേ. ചില കച്ചവടക്കാരുണ്ട്, ഇവിടെ കച്ചവടക്കാരുണ്ട്, നിങ്ങൾ വിടൂലട്ടാ, നിങ്ങളല്ലാത്ത കച്ചവടക്കാരെ പണി എന്താ? അവര് രാവിലെ കട തുറക്കും, എന്നിട്ട് വൈകുന്നേരം വരെ ഭക്ഷണമൊക്കെ ഈ പെണ്ണുണ്ടാക്കുന്നതേ കഴിക്കും. രാത്രി 9 മണിക്ക് കട അടച്ച് വന്നിട്ട്, എന്നിട്ട് ഈ പെണ്ണ് ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം പെട്ടെന്ന് കഴിക്കും. 10, 11, 12 മണി വരെ കണക്ക് കൂട്ടിയിരിക്കന്നെ. ഇപ്പൊ ഈ ആഴ്ച ഒരു കുടുംബം വല്ലാതെ പറഞ്ഞ വാക്ക. എന്നിട്ട് കണക്ക് കൂട്ടിയിരിക്കുക. 12 മണിയായ ഇയാൾ പോയി ഉറങ്ങുന്നു. ഈ പെണ്ണിനോടൊരു 10 മിനിറ്റ് സംസാരിക്കുക, മക്കളോടൊരു 10 മിനിറ്റ് സംസാരിക്കുക. എന്ത് ജീവിതമാണ്, എന്ത് ബറക്കത്താള്ള നൽകുക. ഞാൻ റജബ് മാസമായതുകൊണ്ട് തുറന്നു പറയാ, ഈ ഒരു മാസം ഇനി പെട്ടെന്ന് തീരുപ്പത് 10-15 ദിവസം അതിലേറെ ഉള്ളൂ. അപ്പൊ ഇതിപ്പോ പെട്ടെന്ന് പോകും. അല്ലാഹുമ്മ ബാരിക് ലനാ, പടച്ചവനെ റജബിൽ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണം. ഇത് റസൂലുള്ള ദുആ ചെയ്തു തന്നു, നമ്മൾ ദുആ ചെയ്യുന്നു. ബറക്കത്ത് വേണോ? ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാര്യ മക്കൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ആമീൻ പൊന്തിനില്ല, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചില മനുഷ്യന്മാരൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഏറ്റവും വിഷമാകുമോ? ചില ആളുകളൊക്കെ ഉണ്ട്, അങ്ങാടി ചെന്ന നല്ല മുത്തുകളാ, പള്ളിയിൽ വന്ന എന്തോരു നല്ല സ്വഭാവം അറിയോ, വീട്ടിൽ ചെന്ന ഭാര്യയുടെ അരികിലങ്ങ് എത്തിയ നരി മോഡൽ, ഒന്നും മിണ്ടൂല്ല. കല്യാണം കഴിഞ്ഞ ആദ്യ കാലത്ത് സംസാരിച്ചതാ, ചിരിച്ചതാ. പറയുന്ന കുറെ സഹോദരിമാരുണ്ട്, ഒന്ന് ചിരിച്ചൂടെ. ചില മക്കളുണ്ട്, ഉപ്പാനെ കണ്ട അടുക്കളയിലേക്ക് ഓടും. അപ്പൊ ഉമ്മ ചോദിക്കും, എന്താ മക്കളെ? അപ്പൊ മക്കള് പറയുടെ വാപ്പ വന്നിട്ടുണ്ട്,
നമ്മുടെ വയനാട്ടിൽ പുലി ഇറങ്ങിയിട്ടുണ്ട്. നീലഗിരിയിൽ ഗൂഡല്ലൂര് ആന ഇറങ്ങിയിട്ടുണ്ട്. ഈ കുട്ടികൾ വരെ പൊരിയില് വാപ്പ ഇറങ്ങിയിട്ടുണ്ട്. ഇതെന്ത് വാപ്പയാണ്? എല്ലത് തമാശക്കൂടെ കാര്യം പറയാം. ഇതെന്ത് വാപ്പയാണ്? നിങ്ങൾ പറയും, നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കി, ഒന്ന് ചിരിച്ചൂടെ എന്ന്. ഭാര്യ മക്കളോടൊരു സന്തോഷം കാണിച്ചൂടെ, റാഹത്ത് കാണിച്ചുകൂടെ? അതോടുകൂടെ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, ഭാര്യമാരോട് വല്ലാത്ത കടുപ്പം കാണിക്കുന്ന കുറെ ഭർത്താക്കന്മാരുണ്ട്, പിണങ്ങി നടക്കുന്നവരുണ്ട്, റജബിൽ പോലും ഭാര്യയോട് മിണ്ടാത്തവരുണ്ട്. അവന് അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷകൾ ഞാനൊന്ന് ഇവിടെ വാഴ്ന്നു പറയുന്നുണ്ട്. ഞാനതൊന്ന് തുറന്നു പറയാം. മൈക്ക് ഓഫ് ആക്കണം, സ്ത്രീകൾ കേൾക്കാതിരിക്കാനായിട്ട്. അല്ല, അങ്ങനെ വേണമെങ്കിൽ ഓഫാക്കാം. പിന്നെ നിങ്ങൾ പറയരുത്, വാഴ കഴിഞ്ഞു പോകുമ്പോ നമ്മളെ ഭാര്യ ചോദിക്കും, കേട്ടില്ലേ, കണ്ടില്ലേ? അപ്പൊ നിങ്ങള് ആ കള്ള മൊയിലേരെന്ന് പറഞ്ഞാൽ ഞാൻ പൊട്ടും ചെയ്യും. അത് ഞാൻ അനുഭവിക്കേണ്ടി വരും. പൊന്നാര അസ്വസ്ഥ നിങ്ങളെ. ഇപ്പത്തെ കാലം എങ്ങനെയാണ്? അപ്പൊ ഞാനൊന്ന് പറയാൻ പറയും. മൈക്ക് ഓഫ് ആക്കണമെങ്കിൽ ഓഫ് ആയിക്കോളി. ഞാൻ കുറച്ച് കാര്യങ്ങൾ റജബിൽ പറയുന്നുണ്ട്. بيض صحيفتك سوداء في رجب بصالح العمر المنجي من اللهب شهر الحرام الأتى من أشهر الحرم إذا دعا الله داع فيه لم يخب. മഹാന്മാര് പഠിപ്പിച്ചു, മനുഷ്യ നിന്റെ കറുത്ത് കിടക്കുന്ന ഏടുകളെ നീ വെളുപ്പിക്കണം. ഫീ റജബിൻ, റജബ് മാസത്തിൽ നിങ്ങൾ വെളുപ്പിക്കണം. ഇത് പറയുന്നത് വലിയ മഹാന്മാരാണ്. യുസല്ലി കുല്ല യൗമിൻ വലൈലത്തിൻ അൽഫ റക്അ, 1000 റക്അത്ത് വീതം നിസ്കരിക്കുന്ന മുത്തുകൾ. പറയേണ്ടതില്ലല്ലോ മഹാന്മാർ. അവരാണ് പറയുന്നത്, ഈമാനുള്ള അല്ലാഹുവിന്റെ ഹബീബിന്റെ ശറഫാക്കപ്പെട്ട കരങ്ങളിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങളെ, ബയ്യദ സഹീഫതക സൗദാഅ ഫീ റജബിൽ, റജബ് മാസത്തിൽ നിങ്ങളുടെ കറുത്ത് കിടക്കുന്ന ഏടുകളെ 15 വയസ്സ് മുതൽ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത്, ആരോടൊക്കെയാണ് പിടങ്ങിയത്, അത് കുടുംബമാവട്ടെ, അകന്നവരാവട്ടെ, അടുപ്പമുള്ളവരാവട്ടെ, ആരോട് പിടങ്ങിയോ, ആരെ കരയിപ്പിച്ചുവോ, ആരെ വേദനിപ്പിച്ചുവോ, എല്ലാം ക്രോഡീകരിച്ചു വെച്ച നിങ്ങളുടെ ഗ്രന്ഥമുണ്ട്. അത് കറുത്ത് കിടക്കുകയാണ്. അത് വെളുപ്പിക്കാനുള്ളൊരു മാസം അത് റജബാൻ. ഈമാനുള്ള മുസ്ലിമീങ്ങളെ, റജബ് മാസത്തിൽ അതിനെ വെളുപ്പിക്കണം. ബിസാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി, ആളിക്കത്തുന്ന തീകുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കളയുന്ന നല്ല നല്ല അമലുകളെ കൊണ്ട് നിങ്ങൾ ആ ഏടുകളെ വെളുപ്പിക്കണം. സഹോദരങ്ങളെ, മഹാന്മാർ എഴുതി വെച്ചത് ഞാൻ വായിക്കുക. അതിന്റെ കൂട്ടത്തിൽ ഒന്നുകൂടെ പറഞ്ഞു, ശഹ്റുൽ ഹറാമുൽ അതാ മിൻ അശ്ഹൂരിൽ ഹുറൂബി ഇദാ ദഅ അല്ലാഹ ദാഇൻ ഫീഹി ലം യഖ്ബി. ഏതെങ്കിലും ഒരു കുട്ടി, എന്റെ അനുജ, ഈ റജബിലൊന്ന് കൈ നീട്ടിയാൽ ലം യഖിബ്, ആ കൈകൾ ഖൈബാകില്ല. കടമുണ്ടോ, ആ കടമുള്ളവന്റെ കണ്ണുനീർ പടച്ച റബ്ബ് കാണും, പരിഹാരം കാണിച്ചു തരും. ഏത് വിഷമമുള്ളവനാണെങ്കിലും, രോഗമുള്ളവരുണ്ടോ, ഉമ്മാക്ക് രോഗം കൊണ്ട് അലട്ടുന്നവരുണ്ടോ, ഏതോ ആവട്ടെ, ഇദാ ദഅ അല്ലാഹ ദാഇൻ, ആരാണോ ദുആ ചെയ്യുന്നത്, ലം യഖിബ് ഫീഹി റജബിൽ ലം യഖിബ്, ആ മനുഷ്യൻ ഖൈബാവുകയില്ല. ഇത് മഹാന്മാർ വിവരിച്ചുവെങ്കിൽ എത്ര ബറക്കത്തുള്ളൊരു മാസമാണ് റജബ്. അല്ലാഹു തആല നമുക്ക് എന്തൊരു അനുഗ്രഹമാണ്. ഈ റജബിൽ കൊയ്തെടുക്കണം. പലതും ഞാൻ എന്നോടടക്കം പറയാം, ഈ റജബിൽ നമുക്ക് ചിലത് ചെയ്തു തീർക്കാനുണ്ട്. ഈ റജബിൽ നമുക്ക് ചിലത് അകറ്റാനുണ്ട്, മാപ്പ് കൊടുക്കേണ്ടതുണ്ട്.
അഫ്വ് ചെയ്യേണ്ടതുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. റമളാനിന് 3 മാസം അല്ലാഹു നമുക്ക് നൽകുകയാണ്. റജബ്, ശഅബാൻ, റമളാൻ. റമളാനിലെ അവസാനത്തെ 10 കോടാനക്കോടി മനുഷ്യ മക്കളുടെ ദുആയാണ് ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ. നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, നീ മാപ്പ് കൊടുക്കുന്നവനാണ്, നീ അഫ്വ് ചെയ്യുന്നവനാണ്. പടച്ചവനെ എനിക്ക് അഫ്വ് ചെയ്യണം. ഇത് പറയുമ്പോ നമുക്ക് ചില ആളുകൾക്ക് അഫ്വ് ചെയ്ത് കൊടുത്തുകൂടെ? വാശുള്ള കുറെ ആളുകളുണ്ട്. ഇവിടെ ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ചില മുഖമൊക്കെ കണ്ടുണ്ട് തോന്നി എനിക്ക്. ചെറിയ തോന്നുകട്ടെ നിങ്ങൾ പൊരുത്തപ്പെട്ടാൽ വാശുണ്ട് എന്നൊക്കെ ഒരു തോന്നല് ആരോടും വേണ്ട. ഇപ്പൊ ഞാൻ വ്യക്തിപരമായി ഏതെങ്കിലും മനുഷ്യനോട് റജബിൽ ഒരു വെറുപ്പോ ഞാൻ കാരണമായി ഒരാൾ കരയുകയോ ഒരാൾ വിഷമിക്കുകയോ ചെയ്താൽ 10 ഇരട്ടി ഞാൻ അനുഭവിക്കേണ്ടി വരും. അതിന്റെ 10 ഇരട്ടി റജബാണ് പ്രത്യേകിച്ച്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരാളെ നമ്മൾ കരയിപ്പിക്കരുത്. വ്യക്തിപരമായി ഒരൊറ്റ മനുഷ്യനെ വെറുക്കരുത്, ഒരാളോടും പിണങ്ങും ചെയ്യരുത്, ഒരാളെയും വിഷമിപ്പിക്കും ചെയ്യരുത്. അഥവാ വിഷമിപ്പിച്ചാൽ ചിലപ്പോ നമ്മൾ അടുത്ത് വന്ന് കണ്ണീരൊടുക്കാനുള്ള ആദ്യത്തെ വ്യക്തി അവരായിരിക്കും. എന്റെ ഓർമ്മയിൽ ഒരു മുതലാളിയുണ്ട്, ഒരു സമ്പന്നനാണ്. അയാളുടെ അയൽപ്പക്കത്തെ വീട് ഒരു കൊച്ചു ഓടിട്ട വീടാണ്. അവിടെ 10-90 വയസ്സ് കഴിഞ്ഞൊരു ഉമ്മ ഉണ്ട്. ആ ഉമ്മാക്ക് ഇടക്കിടക്ക് ഉമ്മാനെ ആശുപത്രി കൊണ്ടുപോകണം. അപ്പോ ആശുപത്രി കൊണ്ടുപോകണ ഒരു ഓട്ടം ഇങ്ങോട്ട് വരണല്ലോ വീട്ടുമുറ്റത്തേക്ക്. അതിന് ഇവരുടെ ഔദാര്യം വേണം. ഈ മുതലാളിയുടെ ഇവരെന്ത് ചെയ്തറിയോ? മതില് കെട്ടുന്നുണ്ട്, വളച്ച് കെട്ടുന്നുണ്ട്. അപ്പൊ ഈ ഉമ്മയുടെ മൂത്ത മകന് ഈ ഹാജിയോട് ചെന്നിട്ട് പറഞ്ഞു, അജരെ, എന്റെ ഉമ്മ വയസ്സായിട്ടുണ്ട്, ഇടക്കിടക്ക് ആശുപത്രി കൊണ്ടു, നിങ്ങള് തൽക്കാലം വളക്കാതെ കിട്ടും, ഒരു ഓട്ടങ്ങനെ നിങ്ങളെ, ഞങ്ങൾക്ക് വഴിയില്ല പാവങ്ങളായതുകൊണ്ടാണ്. അപ്പൊ നിങ്ങള് ഉമ്മ മരിക്കണം, ഉമ്മ മരിച്ചിട്ട് ഞാൻ കല്ല് ചുമന്നിട്ടാണെങ്കിൽ ഞാൻ ഈ വളച്ച് ഇത് കെട്ടിത്തരാം, നിങ്ങൾ സ്ഥലം നിങ്ങൾക്ക് തന്നെ, ഉമ്മ മരിക്കണം. ഞാൻ പറഞ്ഞ ആശയം തിരിഞ്ഞ ഇവർ കൂട്ടാക്കിയില്ല, ഇവരെ മതില് വളച്ച് കെട്ടി. പിന്നെ ഉമ്മാനെ തോളിൽ ഏറ്റണം റോട്ടിലേക്ക്. നിങ്ങൾ ആലോചിച്ചു നോക്കി. പക്ഷെ ഇയാള് ഈ മനുഷ്യനൊരു വലിയ പ്രശ്നത്തിൽപ്പെട്ടപ്പോ ഓടി വന്നതും വേണ്ട ഹിദ്മ ചെയ്യുന്നതും ഈ സാധുക്കളാ, ഈ പാവങ്ങളാ. നിങ്ങൾ ആലോചിച്ചു നോക്കി. ഞാൻ അതേപ്പോ പറയുന്നുള്ളൂ, റജബിൽ നമുക്ക് ഒരാളോടൊരു പണക്കുണ്ടാകും. എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ടങ്ങോട്ട് നീട്ടിവെക്കാം. എന്താ നിങ്ങളെ ഹാല്? അജയരെ എന്താ നിങ്ങളെ ഹാല്? നിങ്ങൾ ആരോടെങ്കിലും പടങ്ങിയിട്ടുണ്ടോ അജയരെ? അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഒരാളോട് നമുക്കൊരു പണക്കല്ല, ഒരു വാശിയില്ല. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. നിങ്ങൾ ആമീൻ പൊന്തനില്ല കേട്ട. പ്രത്യേകിച്ച് ഭാര്യ മക്കളോട് യഹ്റുമുൽ ഹജ്റു തർഫത ഐൻ, മാതാപിതാക്കളോട് കണ്ണടച്ച് തുറക്കുന്ന സമയം 1 സെക്കൻഡ് പിണങ്ങുന്നത് ഹറാമാണ്. ഇത് മഹാന്മാർ എഴുതി വെച്ചതാ. ഞാൻ എന്റെ ജ്യേഷ്ഠനോടൊരു മിനിറ്റ് പിണങ്ങിയാൽ എനിക്ക് നഷ്ടപ്പെടുന്ന നന്മകളൊന്ന് ചോദിച്ചു നോക്കി, ഉസ്താദുമാരോട് ചോദിക്കും. അതിന്റെ നഷ്ടം എത്രയാണ്? എന്റെ ജ്യേഷ്ഠൻ എന്റെ ഉപ്പയുടെ സ്ഥാനത്താണ്, എന്റെ അനുജൻ എന്റെ മക്കളുടെ സ്ഥാനത്തുമാണ്. പിണങ്ങിയാൽ മരിക്കണ്ട ദുനിയാവിൽ അനുഭവിക്കുന്ന അനുഭവങ്ങൾ, വിഷമങ്ങൾ പറയാൻ വയ്യ. ഇത് പറഞ്ഞ ചിലപ്പോ ദഹിക്കൂല, അല്ലെങ്കിൽ വേറെ ഭാഷയാണ്. റജബിലൊന്ന് അഫ്വ് ചെയ്തൂടെ, മാപ്പ് കൊടുത്തൂടെ? പടച്ച റബ്ബ് അഫ്വാണ്, നമുക്ക് എന്തേ അഫ്വ് ചെയ്ത് കൊടുത്താൽ? നമ്മുടെ ഭാര്യ മക്കളോട് അത്രയും പറ്റില്ല. ഞാൻ ഇന്ന് അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഭാര്യ മക്കളോട് തീരെയും ഒരു പിണക്കോ കാര്യമുണ്ട്, എല്ലാം നഷ്ടപ്പെട്ടു പോകും. അതേ സ്ഥാനത്ത് റാഹത്തുണ്ടോ? നസലത്ത് ബിഹിമുർ റഹ്മ, അള്ളാഹു നല്ല റഹ്മത്ത് അവർക്ക് ചൊരിച്ചു കൊടുക്കുന്ന അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഞാൻ പറയുന്നത്, ഈ റജബിൽ നമുക്കൊരു നല്ല സന്തോഷം. മഹ്ലറയുടെ മജ്ലിസിൽ, മഹാന്മാരെ സ്മരിച്ചൊരു മജ്ലിസിൽ, മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖ്വാജ മുഈനുദ്ദീൻ അൽ ജിസ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹ്, അജ്മീർ പാപ്പ വലിയൊരു മഹാനാണ്. അജ്മീർ പാപ്പയെ സ്മരിക്കുന്ന മജ്ലിസ് കൂടിയാണ്. ലോകത്ത് 24 മണിക്കൂറും
24 മണിക്കൂറും ചലനമുള്ള ഹറക്കത്തുള്ള, എപ്പോഴും ഓത്തും പാട്ടും നിസ്കാരവും അതുമായി ശുഗലാകുന്ന കേന്ദ്രങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് അജ്മീർ. നിങ്ങൾ അജ്മീർ പോയി നോക്കി, 24 മണിക്കൂർ എല്ലാം. മിക്ക ഹറമൈന് കഴിഞ്ഞാൽ മിക്ക സ്ഥലങ്ങളിലും പരിധിയുണ്ട്. പക്ഷെ അജ്മീറിൽ 24 മണിക്കൂർ അങ്ങനെയാണ്. വല്ലാത്തൊരു കേന്ദ്രമാണ്, വല്ലാത്തൊരു കേന്ദ്രമാണ്. ചില ആളുകൾ അവിടെ കുടിക്കാൻ ഈമാനിന്റെ പ്രഫലിപ്പിക്കുന്നവർക്ക് വെള്ളം തടഞ്ഞപ്പോ, നമുക്കൊക്കെ അറിയാം അജ്മീറിൽ പോയ ഹാജിമാരുണ്ട്, ആ സ്ഥലത്ത് ആ വെള്ളം, ഒരു പിടി വെള്ളം എടുത്ത് നീണ്ടൊരു ചരിത്രം. ഞാൻ അങ്ങോട്ട് പോകല്ല. നേരം വെളുത്ത് നോക്കുമ്പോഴേക്കും ഒരു തുള്ളി വെള്ളമില്ല കുളത്തിൽ, തടാകത്തിൽ. എന്താ അതിന്റെ പേരറിയോ? അനാസാഗരൻ. നിങ്ങൾക്ക് പോലില്ല തോന്നല്ലേ അജ്മീറില്? അല്ലോ പോണട്ടാ. അപ്പൊ ഞാൻ പറയുന്നതേ, തരിച്ചു പോയില്ലേ, എന്നിട്ട് വീണ്ടും തിരിച്ച് അത്ഭുതം സൃഷ്ടിച്ചു പോയ മഹാനായ സുൽത്താനുൽ ഹിന്ദ് അജ്മീർ പാപ്പയുടെ മജ്ലിസ് കൂടിയാണ്. അപ്പോ ഈ മജ്ലിസിൽ വെച്ച് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത്, നമുക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരാളോടൊരു വെറുപ്പില്ല, ഒന്നുമില്ല. അള്ളാഹു നമ്മുടെ കൽബ് വൃത്തിയാക്കി തരട്ടെ. ആമീൻ പറയുന്ന അള്ളാഹ് വൃത്തിയാക്കി തരട്ടെ. വേറെ ഒന്നുമില്ല. സംഭവിച്ചാലൊക്കെ പോയി, സംഭവിച്ചാൽ കഴിഞ്ഞു, ഒന്ന് വീണാൽ കഴിഞ്ഞു. ആ നിലക്ക് ഞാൻ നിങ്ങളോടൊന്ന് തുറന്നു പറയുന്നു, ഇവിടെ ബദരീങ്ങളുടെ സ്മരിക്കുന്ന മജ്ലിസും ഹബീബായ നബിത്തങ്ങളെ മദ്ഹ് ചൊല്ലിയ മജ്ലിസ്. ഈ മജ്ലിസിൽ ഞാൻ എന്റെ ഉമ്മബങ്ങന്മാരോട്, ജ്യേഷ്ഠാനുജന്മാരോട് ഞാൻ ഇപ്പോ ചാടിപ്പോക്കുകളും പറഞ്ഞു, പിണക്കങ്ങളുടെ ചില ഭാഗങ്ങളും പറഞ്ഞു, അപ്പുറത്ത് രോഗത്തിന്റെ, അത് വല്ലാതെ പറഞ്ഞില്ല, രോഗത്തിന്റെ ചില ഭാഗങ്ങളും പറഞ്ഞു. പക്ഷെ ഇസ്ലാമിൽ പരിഹാര വഴികളുണ്ട്, അല്ലേ? എല്ലാത്തിനും വഴികളുണ്ട്, പരിഹാര മാർഗങ്ങൾ. ചില ആളുകൾക്ക് ഇപ്പോഴും 24 മണിക്കൂർ കടത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുക. നിങ്ങൾ ആലോചിച്ചു നോക്കി, കടം എന്ന് പറയുമ്പോ അള്ളാഹു കാക്കട്ടെ, നിങ്ങൾ ആമീൻ പൊന്തിണില്ല, അള്ളാഹ് കാക്കട്ടെ. കടം അതൊരു വല്ലാത്ത വിഷയമാണ്. ഏത് കാലത്തെ പറയുന്നവരെ നിങ്ങള് കടം വാങ്ങാൻ ഒരു പേടിയില്ല, കടം വാങ്ങിയിട്ട് കൊടുക്കാതെ നടക്കാൻ അത്രയും പേടിയില്ല, അവധി എത്തിക്കഴിഞ്ഞ ഫോൺ ഓഫാക്കാൻ തീരെയും പേടിയില്ല. ഇവിടെ അല്ലട്ടോ, വയനാട് വിടൂല, ഫോൺ ഓഫാക്കി നടക്കാൻ തീരെയും പേടിയില്ല. വല്ലാത്തൊരവസ്ഥ. ഒരു ചെറുപ്പക്കാരൻ, അവനിങ്ങനെ മൂക്ക് കീപ്പെട്ടുള്ളവർക്കൊക്കെ പൈസ കൊടുക്കാണ്ട്, പൈസ കൊടുക്കാണ്ട്. അപ്പൊ ഇവനിങ്ങനെ ഒരു അടിപൊളി കാറൊക്കെ, അപ്പൊ എന്തെങ്കിലും കടക്ക വീടി വെച്ചു. അപ്പൊ ഈ ചെറുപ്പക്കാരനോട് പറയാ, അല്ല ഉസ്താദ്, ഇതുപോലത്തെ ഒരു കാറുണ്ടെങ്കിലേ 5ഉം 10ഒക്കെ ചോദിച്ചാൽ കിട്ടുള്ള കടം. നിങ്ങൾ ആലോചിച്ചോക്കി, ഇതാണ് സമാന്. ഇത് മുബാരത്തല്ല, ഉസ്താദ്മാരെ കീർത്തി, അതിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടാ. അപ്പോ ഞാനേ, ഇതാണ് സമൂഹം. ആരാന്റെ കയ്യിലെ കാശുകൊണ്ട് ജീവിക്കുക, മറ്റുള്ളവരുടെ കയ്യിലെ കാശ് വാങ്ങിയിട്ട് ബിസിനസ് തുടങ്ങാം. പൊരിക്കൂല റബ്ബ്. ആരാണ് കരകയരുത്? നിങ്ങൾ പറയും. മറ്റൊരാളെ കയ്യിലെ കാശ് വാങ്ങിയിട്ട് മറ്റുള്ളവരെ ഇടങ്ങാറാക്കിയിട്ട് സുഖിച്ചു നടക്കുന്ന ഈ സമ്പന്നരെ, ഈ കച്ചവടക്കാരെ എവിടെയാണുള്ള രക്ഷപ്പെടുത്തിയിട്ട് നിങ്ങൾ പറയും. ഇത് ഉസ്താദുമാര് വേദിയിലുണ്ട്, പരിചയമുള്ള ചങ്ങന്മാരാണ് ഇരിക്കുന്നത്. നമ്മുടെ ഉസ്താദ് അതിനെപ്പോഴാണ് നോക്കി നിങ്ങളെ കെട്ട്, അത് നമ്മളൊരു മൊയ്പാണത്, മുണ്ടാതിരിക്കണോ കളി. അപ്പോ ഞാൻ പറയുന്നത്, ഇത് വല്ലാത്തൊരു വിഷയ. മറ്റുള്ളവരുടെ കയ്യിലെ കാശ് വാങ്ങിയിട്ട് ഉഷാറായി നടക്കുക എന്ന് പറഞ്ഞ, നെളിഞ്ഞു നടക്കുക എന്നൊക്കെ പറയില്ലേ. ഇന്ന അഅ്ളമദ്ദുനൂബി ഇൻദല്ലാഹ് അയ്യമൂത റജുലുൻ വഅലൈഹി ദൈനുൻ. അല്ലാഹുവിന്റെ കോടതിയിൽ ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്ന മനുഷ്യൻ കടത്തോടുകൂടെ മരിക്കുന്ന മുസ്ലിമാണ്. റജബിന് നമ്മളൊന്ന്, ഞാൻ കടമുള്ളവരുണ്ടാവും, നിങ്ങളെ വിഷമിപ്പിക്കാനല്ല കേട്ടോ, വേദനിപ്പിക്കാനല്ല. കുടുങ്ങിയൊരുത്തൻ കടം വാങ്ങി കുടുങ്ങിയവനെ സഹായിച്ചാൽ കിട്ടുന്ന നേട്ടങ്ങൾ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അതല്ല ഈ പറയുന്നത്. ഒരു പേടിയില്ലാതെ കടം വാങ്ങുന്ന ആളുകള്, കടത്തോടുകൂടെ മരിക്കുന്ന മനുഷ്യന് അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷ